മോഹൻപൂർ ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ റിപ്പബ്ലിക് ദിന ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. കുട്ടികളെല്ലാം ക്ലാസ്സിലും കയറിയിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കൂ, ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഫാൻസി ഡ്രസ് മത്സരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ഈ മത്സരം വളരെയധികം പ്രത്യേകതയുള്ളതാണ്. കാരണം റിപ്പബ്ലിക് ദിനത്തിൽ ദേശഭക്തി കാണിക്കാനുള്ള നല്ലൊരു അവസരമാണിത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇപ്പോൾ തന്നെ തയ്യാറാകാൻ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് നല്ല നല്ല തുണികളും തയ്ച്ചോളൂ. നിങ്ങൾ വളരെയധികം പ്രയത്നിച്ച് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഡ്രസ്സ് തയ്ച്ച് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തോളൂ. ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഗ്രാമത്തിലെ യജമാനന്റെ മകൾ സീമ അഹങ്കാരിയായിരുന്നു. തന്റെ അച്ഛന്റെ പണത്തിലാണ് അവൾ അഹങ്കരിച്ചിരുന്നത്. ക്ലാസ് ടീച്ചർ പുറത്തേക്ക് പോയപ്പോൾ സീമ അഹങ്കാരത്തോടെ പറഞ്ഞു, ഈ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഞാനേ ജയിക്കൂ. ഞാൻ നഗരത്തിൽ പോയി വലിയ ഡ്രസ്സ് വാങ്ങിക്കും. ഞാൻ ഇന്ന് തന്നെ അച്ഛനോട് പറയും. പക്ഷേ വേറെ ആരെങ്കിലും ഈ മത്സരത്തിൽ ജയിച്ചാലോ? അയ്യേ, അതെങ്ങനെ നടക്കാനാ? ഈ ക്ലാസ്സിലെ തന്നെ പണക്കാരി ഞാനാ. ഏറ്റവും നല്ല ഡ്രസ്സ് ഞാനേ ഇടാൻ പോകുന്നുള്ളൂ. വില കൂടിയ ഡ്രസ്സ് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നുള്ളൂ. അഹങ്കാരത്തോടെ സീമ വീട്ടിലേക്ക് പോയി അച്ഛനോട് ഇതേപ്പറ്റി പറഞ്ഞു. അച്ഛാ, അച്ഛൻ അറിയാമോ, റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങളുടെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അച്ഛൻ നഗരത്തിൽ പോയി എനിക്ക് വലിയ ഡ്രസ് വാങ്ങിത്താ. എന്നാലേ എനിക്ക് ജയിക്കാൻ പറ്റൂ. എനിക്ക് ഇന്ന് തന്നെ പോകണം. ശരി മോളെ, എല്ലാം നിന്റെ ആഗ്രഹം പോലെ. ഞാനിപ്പോൾ തന്നെ ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറയാം. നമുക്ക് നഗരത്തിൽ പോകാം. ഇവിടെ സീമ തന്റെ മാതാപിതാക്കളോടൊപ്പം പുതിയ തുണി വാങ്ങാൻ നഗരത്തിലേക്ക് പോയി. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഗീത എന്നു പേരുള്ള ഒരു പാവപ്പെട്ട കുട്ടി മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അമ്മേ, എനിക്കും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. എന്നാൽ നമ്മുടെ കയ്യിൽ വില കൂടിയ വസ്ത്രത്തിന് പൈസയില്ല. സീമ പറഞ്ഞു അവൾ വില കൂടിയ ഡ്രസ് ഇടുമെന്ന്. അമ്മേ, ഞാൻ എങ്ങനെ മത്സരത്തിൽ ജയിക്കും? മോളെ, നീ ഇതിനു വേണ്ടി നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ധരിക്കേണ്ടിയിരിക്കുന്നത്. അത് ധരിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ ദേശത്തിനോടുള്ള സ്നേഹവും വർദ്ധിക്കണം. അതുകൊണ്ട് നിന്റെ വസ്ത്രം ഉറപ്പായും 3 നിറങ്ങളിൽ ഉണ്ടായിരിക്കണം. നിന്റെ വസ്ത്രത്തിന് 3 നിറം വയ്ക്ക്. എങ്ങനെയെന്ന് വെച്ചാൽ അത് കണ്ടാൽ എല്ലാവരുടെയും മനസ്സിൽ രാജ്യത്തിന്റെ പതാകയെ ഓർമ്മ വരണം. കുറച്ച് ചിന്തിച്ചതിനു ശേഷം ഗീതയുടെ അമ്മ ഗായത്രി പറഞ്ഞു, ഗീത, എനിക്ക് മനസ്സിലായി നീ റിപ്പബ്ലിക് ദിനത്തിൽ എന്ത് ധരിക്കണമെന്ന്. ഞാൻ നിനക്ക് വേണ്ടി വളരെ ഭംഗിയുള്ള 3 നിറത്തിലുള്ള പാവാടയും ബ്ലൗസും ഷോളും തയ്ക്കാം. പക്ഷേ അതെങ്ങനെയമ്മ? എന്റെ കയ്യിൽ 3 നിറത്തിലുള്ള തുണികളുണ്ട്. ഞാൻ അത് വെച്ച് നിനക്ക് വേണ്ടി ലഹങ്ക തയ്ക്കാം. ഇതൊക്കെ എന്റെ സാരിയാ. ഇത് പച്ച കളർ. ഇത് നിന്റെ അച്ഛന്റെ മുണ്ട്. ഇത് വെള്ള നിറം. പിന്നെ ഇതുണ്ടല്ലോ, ഇത് എന്റെ കയ്യിലുള്ള ഓറഞ്ച് തുണിയാണ്. കിട്ടിയല്ലോ പതാകയിലെ 3 കളറും. ഞാൻ അടുത്തുള്ള സരളയുടെ വീട്ടിൽ പോയി തയ്യൽ മെഷീൻ കൊണ്ടുവരാം. ഇന്ന് രാത്രി കൊണ്ട് നിന്റെ 3 നിറത്തിലുള്ള ലഹങ്ക ഞാൻ തയ്ച്ചെടുക്കും. ഗായത്രി തനിയെ ഒരുപാട് കഷ്ടപ്പെട്ട് 3 നിറങ്ങളിലുള്ള പാവാടയും ബ്ലൗസും ഷാളും തയ്ച്ചെടുത്തു. മത്സരത്തിന്റെ ദിവസവും വന്നു. സീമ ഭംഗിയുള്ള വെസ്റ്റേൺ ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. സ്കൂളിൽ നിന്നിരുന്ന എല്ലാ കുട്ടികളും വ്യത്യസ്തമായ വേഷങ്ങളിൽ നിന്നു. പെട്ടെന്ന് ഗീത അവിടേക്ക് വന്നു. 3 നിറങ്ങളിൽ തയ്ച്ചിരുന്ന അവളുടെ വസ്ത്രം വളരെ നന്നായിരുന്നു. അവിടെ നിന്നിരുന്ന എല്ലാവരും ഗീതയെയാണ് ശ്രദ്ധിച്ചത്. ഗീതയുടെ വസ്ത്രം വ്യത്യസ്തമായിരുന്നു. പ്രിൻസിപ്പൽ മാഡം വിജയിയെ അറിയിക്കുകയും ചെയ്തു. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. നിങ്ങളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും എനിക്ക് പ്രശംസിക്കണം. എന്നാൽ നമ്മൾ റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ 1ാം സമ്മാനം ഗീതയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഗീതയുടെ വസ്ത്രം ശരിക്കും ദേശത്തിന്റെ സ്നേഹവും ആദർശവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഇത് ആവശ്യവുമായിരുന്നു. ഇത് ഫാൻസി ഡ്രസ് മത്സരത്തിൽ ധരിച്ചപ്പോൾ നമ്മളുടെ ദേശത്തിന്റെ പ്രതിനിധിയായി അവൾ ദേശഭക്തിയാണ് കാണിച്ചത്. ഗീത, സ്റ്റേജിൽ വരൂ. പ്രിൻസിപ്പൽ മാഡത്തിന്റെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങൂ. മാം, ഞാൻ വില കൂടിയ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്കെന്താ 1ാം സമ്മാനം കിട്ടാത്തത്? മോളെ, നമുക്ക് ഗീതയിലൂടെ ഇന്ന് കാണാൻ പറ്റിയത് ദേശത്തിന്റെ രൂപമാണ്, വിലയുള്ള വസ്ത്രമല്ല. നമ്മുടെ ദേശസ്നേഹത്തെ ഉണർത്തിയതുകൊണ്ടാണ് അവക്ക് 1ാം സമ്മാനം ലഭിച്ചത്. അതുകൊണ്ടാണ് ശരിക്കും ഇന്നവൾ വിജയിച്ചത്. മാം, എനിക്ക് മനസ്സിലായി. നോക്കൂ, ഞാനും നമ്മുടെ ദേശത്തിന്റെ പതാക ഡ്രസ്സിൽ വെച്ചിട്ടുണ്ട്. ഞാനും ദേശത്തിന്റെ സ്നേഹത്തെയും ആദർശത്തെയും പ്രതിനിധീകരിക്കുന്നു. വളരെ നല്ല കാര്യം മോളെ, വെരി ഗുഡ്. ഇന്നത്തെ 2ാം സമ്മാനം സീമയ്ക്കും 3ാം സമ്മാനം മാനസിക്കുമാണ് ലഭിച്ചത്. സീമ ഒരുപാട് സന്തോഷിച്ചു. അവൾ ഗീതയെ പ്രശംസിക്കുകയും ചെയ്തു. ഗീത സന്തോഷക്കണ്ണീരോടെ വീട്ടിലേക്കും മടങ്ങി. എല്ലാവരും അവളുടെ ദേശഭക്തി കണ്ട് കൈയടിക്കുകയും ചെയ്തു.
ഇത് ഗീതയുടെ മാത്രം വിജയമല്ല, മറിച്ച് ഓരോ കുട്ടികളുടെയും വിജയമായിരുന്നു. തടസ്സങ്ങളുണ്ടായിട്ടും വലിയ സ്വപ്നം കാണുന്ന കുട്ടികളുടെ. ഗീതയും സീമയും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഗീതയുടെ അമ്മയും അച്ഛനും ഒരുപാട് സന്തോഷിച്ചു, കാരണം അവരുടെ മകൾക്ക് 1ാം സമ്മാനം ലഭിച്ചു. ഇവിടെ ഗീതയും വീട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയോടും പറഞ്ഞു. ഇതു കേട്ടപ്പോൾ സീമയുടെ അമ്മയ്ക്കും അച്ഛനും തന്റെ മകളുടെ മാറിയ പെരുമാറ്റത്തിൽ ഒരുപാട് സന്തോഷവും തോന്നി. മൽക്കാഗഞ്ച് ഗ്രാമത്തിൽ സോനം അവളുടെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. സോനമിന്റെ അച്ഛൻ മരിക്കാൻ കാരണം മദ്യപാനമായിരുന്നു. കുറച്ചുനാളായി മരിച്ചിട്ട്. ഭർത്താവ് മരിച്ചതിന് ശേഷം വിമല തന്നെയാണ് സോനമിനെ നോക്കാൻ തുടങ്ങിയത്. വിമല പറമ്പിൽ കുറച്ച് പച്ചക്കറികൾ കൃഷി ചെയ്ത് പച്ചക്കറികൾ ഉന്തുവണ്ടിയിൽ വെച്ച് വഴിയോരം വിൽക്കുമായിരുന്നു. അതുവഴിയാണ് അവരുടെ ചെലവൊക്കെ നടക്കുന്നത്. വരൂ വരൂ, പച്ചക്കറികൾ വാങ്ങിക്കൂ, ഒരസുഖം പോലും വരത്തില്ല, ഞങ്ങളുടെ പച്ചക്കറി അത്രയും ഫ്രഷാണ്. ഉള്ളല്ലോ, നിങ്ങളുടെ പച്ചക്കറികൾ പുതിയതും കേടുവരാത്തതുമാണ്. അല്ല, ഈ ചീരയ്ക്കെന്താ വില? അതെ, എല്ലാ പച്ചക്കറികളും 30 രൂപയാണ് കിലോ. എന്ത് വേണോ നിങ്ങൾ എടുത്തോളൂ. എങ്കിൽ ഈ ചീര 1 കിലോയും പിന്നെ മത്തൻ 1/2 കിലോയും ആ കാണുന്ന ചക്ക 1 കിലോയും തന്നേക്ക്. ശരി ചേട്ടാ, ഇപ്പൊ തന്നെ തരാം. വിമല അവളുടെ മോളെ സർക്കാർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. വിമല നട്ടുച്ച വെയിലത്താണ് ഈ കിടന്ന് പച്ചക്കറികൾ വിൽക്കുന്നത്. ആ കാശ് കൊണ്ടാണ് വീട് നോക്കുന്നത്. അതിന്റെ കൂടെ മോളുടെ പഠിത്തം, കുറച്ച് പൈസ സോനമിന്റെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെക്കും. അമ്മ വന്നോ? ഇനി കൈയൊക്കെ കഴുകിയിട്ട് വാ, ഞാൻ ആഹാരം തരാം. ശരി മോളെ, നീ കഴിച്ചായിരുന്നോ? ഇല്ല അമ്മ, ഞാൻ അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് കഷ്ടപ്പെടുവല്ലേ, തളർന്നു പോവില്ലേ? കഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ എന്റെ പൊന്നുമോളുടെ കല്യാണത്തിന് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ? അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. സോനം 12ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കവേ സോനം സർപഞ്ചിന്റെ മോളുടെ റോഷ്നിയുടെ കല്യാണത്തിന് അമ്മേനെയും കൊണ്ട് പോകും. അവളുടെ ലെഹങ്ക കണ്ട് അവൾ ഞെട്ടിപ്പോകും. ആഹാ റോഷ്നി, നിന്റെ ലെഹങ്ക എന്ത് ഭംഗിയാണ്. ഭംഗിയുള്ളതായിരിക്കുമല്ലോ, കാരണം അതിന് നല്ല വിലയുണ്ട്. നീ എന്തായാലും ഇതൊന്നും ആഗ്രഹിക്കണ്ടാട്ടോ. പാവപ്പെട്ടവർക്കൊന്നും ഇതുപോലത്തെ ബ്രൈഡൽ ലെഹങ്ക ഇടാനൊന്നും പറ്റില്ല. നീ പറ്റുവാണെങ്കിൽ നിന്റെ അമ്മയുടെ പഴയ സാരി എടുത്തൊരു ലെഹങ്ക ഉണ്ടാക്കോ കല്യാണത്തിന്. റോഷ്നി ഇത് പറഞ്ഞപ്പോൾ സോനമിന് വിഷമമായി. നീ വിഷമിക്കണ്ട മോളെ, നിന്റെ അമ്മയ്ക്ക് എന്തോരം പറ്റുമോ അതുപോലെ നിനക്ക് ഒരു ലെഹങ്ക തരും. റോഷ്നിയുടെ ചിറ്റമ്മ ആശ സ്വന്തം മകനെയും കൊണ്ട് ആ കല്യാണത്തിന് വന്നിരുന്നു. സോനമിനെ കണ്ടതോടെ ചിറ്റമ്മ അവളെ തന്നെ ഇങ്ങനെ നോക്കാനും തുടങ്ങി. റോസാപ്പൂവിന്റെ നിറമുള്ള ഈ സൂട്ടിട്ടിട്ട് ഈ വെളുത്ത കുട്ടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. റോനക്കിന് വേണ്ടി ഈ കുട്ടീനെ നോക്കിയാലോ എന്ന് ആലോചിക്കുവോ ഞാൻ. അതെ അമ്മ, പെണ്ണ് നല്ല രസമുണ്ട്. റോനക്കിനും ആദ്യമേ കണ്ടപ്പോ തന്നെ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. കല്യാണത്തിന് കുറച്ചു ദിവസം കഴിഞ്ഞ് ആശ അവളുടെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് സോനമിന്റെ വീട്ടിലേക്ക് വരും. സോനമിനെ റോനക്കിന് വേണ്ടി ആലോചിക്കും. ചേച്ചി, ഞാനൊരു പച്ചക്കറിക്കാരിയാണ്. ഇത്രയും വലിയ വീട്ടിലേക്ക് എന്റെ മോളെ അയക്കാൻ ഗതിയില്ല. ആന്റി, ബന്ധങ്ങൾ പണത്തിന്റെ പേരിലല്ല, ഹൃദയത്തിന്റെ പേരിലാണ് വേണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ സോനത്തിന് ഇഷ്ടമായി. നീ പറഞ്ഞത് സത്യാ മോനെ. ഞങ്ങൾക്ക് ഈ കല്യാണം കൊണ്ട് ഒരു കുഴപ്പവുമില്ല. മോൾക്ക് ഇതുപോലെ വലിയൊരു ആലോചന വന്നതിൽ വിമല സന്തോഷിച്ചു. വിമല ശേഖരിച്ചു വെച്ച പൈസ എടുത്തു. അവൾ അവളുടെ മകളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അവൾ മോൾക്ക് വേണ്ടി ഒരു ബ്രൈഡൽ ലെഹങ്ക എടുക്കാൻ വേണ്ടി സോനമിന്റെ കൂടെ നഗരത്തിൽ ഒരു വലിയ കടയിൽ പോയി ബ്രൈഡൽ ലെഹങ്ക വാങ്ങി. എനിക്കറിയാം മോളെ, നിനക്ക് സർപഞ്ചിന്റെ മോളുടെ പോലത്തെ ലെഹങ്ക വാങ്ങിക്കാനല്ലേ ആഗ്രഹം. പക്ഷെ നിന്റെ അമ്മയുടെ അടുത്ത് അത്രയും പൈസ ഇല്ല നിനക്ക് അത്രയും വില കൂടി ഇത് തരാൻ. ഒരു കുഴപ്പമില്ല അമ്മ, ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നാളെ എന്താവുമെന്ന് നമുക്കെങ്ങനെ അറിയാം. കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് സോനമിന്റെ ബ്രൈഡൽ ലെഹങ്ക കാണാതെയായി. എല്ലാരും അതും ഇതും പറയാൻ തുടങ്ങി. അയ്യോ, ഇതെന്തൊരു അപശകുനമാണ്. കല്യാണ പെണ്ണിന്റെ ലെഹങ്ക കാണാതെയായി. ഇത് വല്ലാത്ത കുഴപ്പമായല്ലോ. പാവം വിമലയുടെ അടുത്താണെങ്കിൽ അത്ര പൈസ പോലും ഇല്ല വീണ്ടും ഒരു ലെഹങ്ക വാങ്ങിക്കൊടുക്കാനേ. പാവം എന്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ട് പച്ചക്കറി വിറ്റ് വാങ്ങിത്തന്ന ലെഹങ്കയായിരുന്നു. ഇനി എന്താകും? സോനമിന്റെ നാത്തൂൻ ഈ കാര്യം അറിഞ്ഞപ്പോ അവൾ സിറ്റിയിൽ പോയിട്ട് നല്ലൊരു ബ്രൈഡൽ ലെഹങ്ക തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തു. അത് കണ്ട് സോനം ഞെട്ടിപ്പോയി. അതെ, ഇത് ആ ലെഹങ്ക തന്നെയല്ലേ സർപഞ്ചിന്റെ മോള് അത് പിന്നെ റോഷ്നി കല്യാണത്തിനിട്ടത്? അതെ അതെ, അവള് തന്നെയാ പറഞ്ഞത് നിനക്ക് ആ ലെഹങ്ക ഇഷ്ടമായെന്ന്. പക്ഷെ വില കൂടുതൽ കാരണം നിനക്ക് കല്യാണത്തിന് അതെന്തായാലും വാങ്ങാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് നിന്റെ കല്യാണ ലെഹങ്ക കാണാതെ ആയെന്ന് അറിഞ്ഞപ്പോ ഞാനത് നിനക്ക് വേണ്ടി വാങ്ങി. ചേച്ചി, നിങ്ങൾ എന്ത് നല്ലതാ. താങ്ക് യു സോ മച്ച് മോളെ, നിനക്ക് ഒരുപാട് നന്ദി. നീ ഞങ്ങളുടെ അഭിമാനമാണ് ഇപ്പൊ രക്ഷിച്ചത്. സോനം എന്റെ കുഞ്ഞനിയത്തെ പോലെയാണമ്മ. അവൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഇനി നാളെ നീ ഈ ലെഹങ്ക ഇട്ടിട്ട് കല്യാണപ്പെണ്ണാവണേ. ഞങ്ങള് പയ്യനെയും കൊണ്ടങ്ങ് വന്നേക്കാം, ഞങ്ങളുടെ മരുമോളെ കൊണ്ടുപോവാനേ.
അടുത്ത ദിവസം സോനം ആ ബ്രൈഡൽ ലെഹങ്ക ഇട്ടു വന്നപ്പോ അവൾ ഒരു അപ്സരസിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും അവളെ തന്നെ നോക്കി. റോഷ്നിയാണെങ്കിൽ ഇത് കണ്ട് ഞെട്ടിപ്പോയി. സോനമിനെ ആ ഒരു ബ്രൈഡൽ ലെഹങ്കയിൽ കാണുമ്പോൾ വിമലയുടെ കണ്ണു നിറയും. അങ്ങനെ സോനമിന്റെ കല്യാണം റോണക്കുമായി അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും. Thanks for watching.